ബുദ്ധമതത്തിൽ നിന്ന് മോഷ്ടിച്ച ഉത്സവമാണ് ഓണം എന്നാണ്. തമിഴ്നാട്ടിലെ ഉത്സവമാണ് ഓണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യഥാർത്ഥത്തിൽ ഇത് വാമനന്റെ വിജയത്തിന്റെ ആഘോഷമാണോ? ചരിത്രകാരൻ MG ശശിഭൂഷൺ വാദിക്കുന്നത് പല്ലവ രാജവംശകാലത്ത് ഓണം വാമന ജയന്തിയായിരുന്നു എന്നാണ്. ഓണം കേരളത്തിന്റെ മാത്രം ഉത്സവമാണോ, അതോ ഇന്ത്യയിലെയും ദക്ഷിണ പൂർവേഷ്യയിലെയും മറ്റു ഉത്സവങ്ങളിൽ നിന്ന് കടമെടുത്ത ഒരു സാംസ്കാരിക മിശ്രണമാണോ? ഓണം ഒരു ഉത്സവമാണോ, അതോ ഒരു ദളിത് രാജാവിന്റെ കൊലപാതകത്തിന്റെ ആഘോഷമാണോ? കേരളത്തിന്റെ ഹൃദയത്തിൽ തുളുമ്പുന്ന ഈ ഉത്സവം പൂക്കളങ്ങളും സദ്യകളും മാത്രമാണോ, അതോ ഒരു ആര്യ ദ്രാവിഡ വിഭജനത്തിന്റെ രക്തരൂക്ഷിതമായ ചരിത്രത്തിന്റെ അവശേഷിപ്പാണോ? മഹാബലി രാജാവിനെ വഞ്ചിച്ച് പാതാളത്തിലേക്ക് തള്ളിയ വാമനന്റെ കഥ ദൈവിക നീതിയുടെ പ്രതീകമാണോ, അതോ ബ്രാഹ്മണരുടെ കൗശലത്തിന്റെ ക്രൂരമായ ഉദാഹരണമാണോ? ചില ചരിത്രങ്ങൾ പറയുന്നത് ബുദ്ധമതത്തിൽ നിന്ന് മോഷ്ടിച്ച ഉത്സവമാണ് ഓണം എന്നാണ്. എന്തിനേറെ പറയണം, ഓണക്കോടിയും സെറ്റ് സാരിയും ഓണത്തപ്പൻ പോലും അടിച്ചു മാറ്റിയതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്തിനേറെ പറയണം, തമിഴ്നാട്ടിലെ ഉത്സവമാണ് ഓണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേരളത്തിൻ്റെ ഓണം ഉത്സവം മഹാബലി രാജാവിൻ്റെ ഭരണകാലത്തെ ആഘോഷിക്കുന്നതായി പറയപ്പെടുന്നു. എന്നാൽ ഈ കഥയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വലിയ വഞ്ചനയുടെ, കൂട്ടക്കൊലപാതകങ്ങളുടെയോ അടിച്ചമർത്തലിൻ്റെയോ കഥയാണ് വെളിപ്പെടുന്നത്. ഇത് ദൈവിക നീതിയാണോ, അതോ ഒരു വഞ്ചനയുടെ കഥയാണോ? പല ചരിത്രകാരന്മാരും സാമൂഹിക വിമർശകരും ഈ കഥയെ ആര്യ ദ്രാവിഡ വിഭജനത്തിൻ്റെ പ്രതീകമായി കാണുന്നു. മഹാബലി സത്യത്തിൽ ദളിതരുടെ, ദ്രാവിഡരുടെ പ്രതിനിധി, വാമനൻ ആര്യ ബ്രാഹ്മണരുടെ പ്രതീകം. ഈ വഞ്ചനയിലൂടെ ദ്രാവിഡ സംസ്കാരത്തെ അടിച്ചമർത്തി ആര്യന്മാർ ആധിപത്യം സ്ഥാപിച്ചു എന്നാണ് വാദം. ജ്യോതിരാവ് ഫൂലെ പോലുള്ള ദളിത് ചിന്തകർ ഈ കഥയെ ബ്രാഹ്മണരുടെ ക്രൂരതയുടെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു. അവരുടെ അഭിപ്രായത്തിൽ മഹാബലി ഒരു ദളിത ബഹുജൻ രാജാവായിരുന്നു. അദ്ദേഹത്തെ വഞ്ചിച്ചു കൊന്നത് ഒരു ഉയർന്ന ജാതിക്കാരൻ. കേരളത്തിൽ ഓണം ആഘോഷിക്കുമ്പോൾ മഹാബലിയുടെ തിരിച്ചുവരവിനെ കാത്തിരിക്കുന്നതായി പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വാമനന്റെ വിജയത്തിന്റെ ആഘോഷമാണോ? ദളിത് വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ ഓണം ഒരു കറുത്ത ദിനമാണ്. ദളിത് ആക്ടിവിസ്റ്റുകൾ പറയുന്നത് ഇത് അവരുടെ രാജാവിൻ്റെ കൊലപാതകത്തിൻ്റെ ആഘോഷമാണ്. MP മനോജ് പോലുള്ളവർ ഓണത്തെ ദളിതരുടെ ദുഃഖദിനമായി കാണുന്നു. ഉയർന്ന ജാതിക്കാരുടെ ആഘോഷമായി കേരളത്തിനെ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്ക് ഓണത്തെ ഒരു ജാതി ആധിപത്യത്തിൻ്റെ പ്രതീകമായി കാണുന്നു. അവരുടെ ചരിത്രത്തെ മറച്ചു വെക്കുന്ന ഒരു പുരാണം. ഈ പുരാണത്തിൻ്റെ ആഴങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ചരിത്രത്തിലെ വലിയ വിഭജനങ്ങൾ വെളിപ്പെടുന്നു. ആര്യൻ ഇൻവേഷൻ തിയറി, ദ്രാവിഡരെ അടിച്ചമർത്തിയ ആര്യന്മാരുടെ കഥ, ഇതെല്ലാം മഹാബലി കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില ചരിത്രകാരന്മാർ ഈ തിയറിയെ തള്ളിക്കളയുന്നുണ്ടെങ്കിലും ഓണത്തിൻ്റെ പുരാണം ഈ വിഭജനത്തിൻ്റെ അവശേഷിപ്പായി കണക്കാക്കപ്പെടുന്നു. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ സ്വന്തം ആഘോഷമായ ഓണത്തിൻ്റെ ആരും പറയാത്ത, അറിയാവുന്നവർ പോലും മറച്ചു വെക്കുന്ന കഥകളുടെ, ബുദ്ധമതത്തിൻ്റെ കേരളത്തിൽ അടിച്ചു താഴ്ത്തിയതിൻ്റെ, ദളിതരുടെ വേദനയുടെ ഇരുണ്ട വശങ്ങളുടെ കാലം പറഞ്ഞ കഥകളാണ്. എന്തുകൊണ്ടാണ് ഓണം ആഘോഷിക്കുന്നത്? മുഖ്യധാര കഥ പ്രകാരം ഇത് മഹാബലി രാജാവിൻ്റെ തിരിച്ചുവരവിൻ്റെ ആഘോഷമാണ്. മഹാബലി ഒരു അസുര രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കേരളം സമൃദ്ധിയുടെയും സമത്വത്തിൻ്റെയും നാടായിരുന്നു. ദാരിദ്ര്യമോ അസമത്വമോ ഇല്ലാത്ത ഒരു രാജ്യം, എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്ന ഒരു സ്ഥലം. എന്നാൽ ദേവന്മാർക്ക് ഈ സമൃദ്ധി ഇഷ്ടപ്പെട്ടില്ല. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ ബ്രാഹ്മണ ബാലൻ്റെ രൂപത്തിൽ വന്ന മഹാബലിയോട് 3 അടി മണ്ണ് ദാനമായി ചോദിക്കുന്നു. രാജാവ് അത് സമ്മതിക്കുന്നു. പക്ഷേ വാമനൻ തൻ്റെ രൂപം വികസിപ്പിച്ച് 2 അടിയിൽ ആകാശവും ഭൂമിയും കവർ ചെയ്ത് 3ാമത്തെ അടി മഹാബലിയുടെ തലയിൽ ചവിട്ടി അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നു. എന്നിരുന്നാലും മഹാബലിയുടെ ഭക്തിയാൽ പ്രസാദിച്ച വിഷ്ണു വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ സന്ദർശിക്കാൻ അനുവദിക്കുന്നു. ഇതാണ് നമ്മൾ കാലാകാലങ്ങളായി കേൾക്കുന്ന ഐതിഹ്യം അഥവാ കള്ളക്കഥ. എന്നാൽ ഈ മുഖ്യധാര കഥയ്ക്കപ്പുറം ഓണാഘോഷങ്ങൾക്ക് ഒരു ഇരുണ്ട വശമുണ്ട്. ദളിത് വീക്ഷണകോണിൽ ഓണം ഒരു ജാതി ആധിപത്യത്തിൻ്റെ ആഘോഷമാണ്. മഹാബലി ഒരു ദളിത ബഹുജൻ രാജാവായിരുന്നു. വാമനൻ ബ്രാഹ്മണരുടെ പ്രതീകം. ഈ കഥ ആര്യ ദ്രാവിഡ വിഭജനത്തിൻ്റെ പ്രതിഫലനമാണ്. ദ്രാവിഡരെ അടിച്ചമർത്തിയ ആര്യന്മാരുടെ കഥ. ദളിത് ആക്ടിവിസ്റ്റുകൾ ഓണത്തെ ദളിതരുടെ കറുത്ത ദിനം എന്ന് വിളിക്കുന്നു. അതായത് അവരുടെ രാജാവിൻ്റെ കൊലപാതകത്തിൻ്റെ ആഘോഷം.
MP മനോജ് പോലുള്ളവർ ഓണത്തെ ഉയർന്ന ജാതിക്കാരുടെ ആഘോഷമായി വിമർശിക്കുന്നു. ഒരു രീതിയിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിക്കേ, ഒരു ബ്രാഹ്മണ ബാലൻ വരുന്നു, അത് വികസിച്ച് വലുതാകുന്നു, അത് അസുര രാജാവിനെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തുന്നു. അതായത് ബ്രാഹ്മണ ബാലൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് ഈ അസുരൻ എന്ന് വേണമെങ്കിൽ പറയാം. ഭൂമിയിൽ സമത്വവും സ്നേഹവും നിലനിന്നിരുന്നത് ദൈവത്തിന് പിടിച്ചില്ല. ആ ദൈവം തന്നെ ബ്രാഹ്മണന്റെ രൂപം കെട്ടി താഴ്ന്ന ജാതിക്കാരെ അടിച്ചു താഴ്ത്താനായി ഭൂമിയിലേക്ക് അവതാരപ്പിറവിയെടുത്തു. കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവമായ ഓണം ഹിന്ദു ബ്രാഹ്മണർക്ക് മുമ്പുള്ള ചരിത്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വിളവെടുപ്പ് ഉത്സവമായി കാണാൻ സാധിക്കും. മഹാബലി പുരാണം ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കഥയാണെങ്കിലും അതിൻ്റെ ഉത്ഭവം സംഘം സാഹിത്യത്തിലും നാട്ടുപാട്ടുകളിലും ശിലാലിഖിതങ്ങളിലും കാണാൻ സാധിക്കും. സംഘം സാഹിത്യം തമിഴ് സാഹിത്യത്തിൻ്റെ ക്ലാസിക്കൽ കാലഘട്ടമാണ്. അതായത് കോമൺ എറയ്ക്ക് മുമ്പ് 2 മുതൽ 4 നൂറ്റാണ്ടുകൾ വരെ ഈ കാലഘട്ടത്തിലെ കവിതകളും പാട്ടുകളും ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ജീവിത രീതികൾ വിവരിക്കുന്നവയാണ്. ഓണത്തിൻ്റെ ആദ്യത്തെ പരാമർശം കാണുന്നത് മങ്കുടി മാരുതനാർ രചിച്ച മധുരൈ കൊഞ്ചി എന്ന സംഘം കവിതയിലാണ്. 2-ാം നൂറ്റാണ്ടിലെ ഈ കവിത മധുരയിലെ ക്ഷേത്രങ്ങളിൽ ഓണം ആഘോഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഓണവിഴവ് എന്നാണ് ഇതിനെപ്പറ്റി അവർ വിളിച്ചിരുന്നത്. ഒരു വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് അവർ അതിനെ കണക്കാക്കിയിരുന്നത്. മധുരൈ പാണ്ഡ്യ രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. അവിടെ ഓണം ക്ഷേത്ര ആഘോഷങ്ങളോടൊപ്പം നടന്നിരുന്നു. ഈ പരാമർശം സൂചിപ്പിക്കുന്നത് ഓണം ഹിന്ദു ബ്രാഹ്മണർക്ക് മുമ്പുള്ള ദ്രാവിഡ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ്. അതായത് സംഘം കാലഘട്ടത്തിൽ കളികളും ആഘോഷങ്ങളും നിറഞ്ഞ ഒരു സമൂഹ ആഘോഷമായിരുന്നു ഓണം. നപ്പുതനാർ രചിച്ച മറ്റൊരു സംഘം കവിതയായ മുല്ലൈപ്പാട്ട് മഹാബലി കഥയുടെ ആദ്യകാല പരാമർശം ചെയ്യുന്നു. ഇതും സൂചിപ്പിക്കുന്നത് ഇത് മഹാബലി പുരാണത്തിന്റെ വേരുകൾ സംഘം കാലഘട്ടത്തിലെ ഉണ്ടെന്ന് തന്നെയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഓണം മഹാബലി കഥയുമായി ബന്ധപ്പെട്ടിരുന്നില്ല, മറിച്ച് ഒരു വിളവെടുപ്പ് ഉത്സവമായിരുന്നു. 2-ാം നൂറ്റാണ്ടിൽ തന്നെ സംഘം സാഹിത്യത്തിലെ ഓണം മധുരയിലെ പാണ്ഡ്യ രാജാക്കന്മാരുടെ ആഘോഷമായി വിവരിക്കപ്പെട്ടു. ചരിത്രകാരന്മാർ വാദിക്കുന്നത് ഓണം തമിഴകത്തിലെ ഒരു പുരാതന ഉത്സവമായിരുന്നു. അതാണ് പിന്നീട് കേരളത്തിലേക്ക് വ്യാപിച്ചത്. നാട്ടുപാരമ്പര്യങ്ങളിലേക്ക് വരുമ്പോൾ ഓണം കേരളത്തിൻ്റെ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മാവേലി നാടുവാണിയിടും കാലം എന്ന നാട്ടുപാട്ട് മഹാബലി ഭരണകാലത്തെ സമുദ്രത്തിൻ്റെ യുഗമായി ചിത്രീകരിക്കുന്നു. ഈ പാട്ടുകൾ ഓണത്തിൻ്റെ നാട്ടുരൂപത്തെ പ്രതിഫലിപ്പിക്കുന്നു. വിളവെടുപ്പിൻ്റെ സമൃദ്ധി, സമൂഹ ഐക്യം, പൂക്കളങ്ങൾ, സദ്യ എന്നിവ കേരളത്തിൻ്റെ നാട്ടുപാരമ്പര്യങ്ങളിൽ ഓണം ഒരു കാർഷിക ഉത്സവമാണ്. ചിങ്ങമാസത്തിൻ്റെ വിളവെടുപ്പിനനുബന്ധിച്ച് ആദിവാസി സമുദായങ്ങളിൽ ഓണം സമാനമായ പ്രകൃതിയുമായുള്ള ബന്ധത്തെ ഊന്നുന്ന ആഘോഷങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് പുലികളി, വള്ളംകളി എന്നിവ നാട്ടുപാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. ഇതിന് ഹിന്ദു പുരാണങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ല. ശിലാലിഖിതങ്ങളിലേക്ക് വരുമ്പോൾ ഓണത്തിൻ്റെ ചരിത്രപരമായ തെളിവുകൾ തിരുവല്ല ക്ഷേത്രത്തിലെ ശിലാലിഖിതം 861-ാം ആണ്ടിലെ ചെമ്പുപട്ടയം ഓണത്തെ പരാമർശിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഓണം ഒരു ക്ഷേത്ര ആഘോഷമായി ബ്രാഹ്മണർക്കുള്ള അന്നദാനത്തെക്കുറിച്ച് പറയുന്നു. തൃക്കാക്കര ക്ഷേത്രത്തിലെ 11-ാം നൂറ്റാണ്ടിലെ ലിഖിതം വാമനന് സമർപ്പിച്ച ഓണത്തെക്കുറിച്ച് വിവരിക്കുന്നു. ഈ ലിഖിതങ്ങൾ സൂചിപ്പിക്കുന്നത് 9-ാം നൂറ്റാണ്ടോടെ ഓണം ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ്. എന്നാൽ ഈ ലിഖിതങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ ബുദ്ധമത സ്വാധീനത്തോടെ ഓണം ഒരു ലൗകിക, അതായത് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമായി മാറിയിരുന്നു. മഹാബലി പുരാണത്തെ യഥാർത്ഥ ചരിത്ര പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും. ചരിത്രകാരൻ MG ശശിഭൂഷൺ വാദിക്കുന്നത് പല്ലവ രാജവംശകാലത്ത് ഓണം വാമന ജയന്തിയായിരുന്നു എന്നാണ്. ഈ ഓണത്തിൻ്റെ നേരത്തെ പ്രധാന കഥാപാത്രം വാമനനാണ്. പക്ഷെ എവിടെ വെച്ചോ മഹാബലിക്ക് പ്രാധാന്യം കിട്ടുന്നു. ഇതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെപ്പറ്റി ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വാമന ജയന്തിയായിട്ട് വേണം ഓണം ആഘോഷിക്കേണ്ടതെന്ന് കരുതുന്നവരും പറയുന്നവരും ഉണ്ട്. അങ്ങനെയല്ല, കുറേ നൂറ്റാണ്ടുകളായിട്ട് മഹാബലിയുടെ വരവായിട്ട് മഹാബലിക്കുള്ള സ്വീകരണമായിട്ടുമാണ് ഓണം ആഘോഷിക്കുന്നത്. അതങ്ങനെ തന്നെ തുടരട്ടെ എന്ന് പറയുന്നവരുമുണ്ട്. പിന്നീട് ബുദ്ധമത സ്വാധീനത്തോടെ ഓണം മഹാബലി ആരാധനയായി മാറി. കേരളത്തിലെ ചരിത്രത്തിൽ ഓണം ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന വാദവുമുണ്ട്. മഹാബലി ബ്രാഹ്മണർ അടിച്ചമർത്തിയ ഒരു ബുദ്ധമത രാജാവായിരുന്നുവെന്ന് ചിലർ വാദിക്കുന്നു. സംഘം സാഹിത്യത്തിൽ ഓണം ക്ഷേത്ര ആഘോഷമാണെങ്കിലും അത് ഹിന്ദു മതത്തിൻ്റെ മാത്രമായിരുന്നില്ല, ദ്രാവിഡ പാരമ്പര്യങ്ങളുടെ മിശ്രണമായിരുന്നു. പിന്നീട് 9-ാം നൂറ്റാണ്ടോടെ ചേര രാജാക്കന്മാർ ഓണത്തെ ഹിന്ദുവൽക്കരിച്ചു. മഹാബലി കഥയെ ബ്രാഹ്മണരുടെ വിജയമായി ചിത്രീകരിച്ചു. ഈ താരതമ്യം സൂചിപ്പിക്കുന്നത് ഓണത്തിൻ്റെ ഉത്ഭവം ഹിന്ദു ബ്രാഹ്മണർക്ക് മുൻപുള്ളതാണെന്നാണ്.
മഹാബലി പുരാണം ദ്രാവിഡ സംസ്കാരത്തെ അടിച്ചമർത്താൻ കരുതി കൂട്ടി പിന്നീടുണ്ടാക്കിയ കൂട്ടിച്ചേർക്കലാണ്. ചരിത്രകാരൻ AM കുറുപ്പ് ഓണത്തെക്കുറിച്ച് പറയുന്നത്, സംഘം സാഹിത്യത്തിലെ ഓണം 300 തൊട്ട് 400 BC ബല്ലാഡുകളിൽ, അതായത് പുരാണ കവിതകളിൽ കാണാൻ സാധിക്കുമെന്നാണ്. ഓണത്തിന്റെ ഉത്ഭവം ഒരു സാംസ്കാരിക മിശ്രണമാണ്. അതായത് ദ്രാവിഡ, ബുദ്ധമത, ഹിന്ദു സ്വാധീനങ്ങൾ കൂടി ചേർന്നുണ്ടായ ഒരു ഉത്സവം. അശോക ചക്രവർത്തിയുടെ കാലത്ത് ബുദ്ധമതം പ്രചരിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തേക്കും ഒരു കൂട്ടം ആളുകളെ അയക്കുകയുണ്ടായി. അങ്ങനെ 3-ാം നൂറ്റാണ്ടോടെ കേരളത്തിലും ബുദ്ധമതം പ്രചരിച്ചു. അശോകന്റെ ശിലാലിഖിതങ്ങൾ ദക്ഷിണേന്ത്യയിൽ ബുദ്ധമതം പ്രചരിപ്പിക്കാൻ ധർമ്മദൂതന്മാരെ അയച്ചതിനെ സൂചിപ്പിക്കുന്നു. കേരളത്തിൽ മുഴിറേസ്, ത്യാഗന്നൂർ, കോട്ടയം എന്നിവിടങ്ങളിൽ ബുദ്ധമത വിഹാരങ്ങൾ ഉണ്ടായിരുന്നു. പാലക്കാട്ടെ ബുദ്ധമത ശിലാലിഖിതങ്ങൾ 4-ാം നൂറ്റാണ്ടിലെ ബുദ്ധമതത്തിന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട തുടങ്ങി ഒരുപാട് ജില്ലകളിൽ പകുതി പൊട്ടിപ്പൊളിഞ്ഞതും അല്ലാത്തതുമായ പല ശില്പങ്ങളും കാണാൻ സാധിക്കും. ചരിത്രകാരൻ MG ശശിഭൂഷൺ വാദിക്കുന്നതനുസരിച്ച് കേരളത്തിലെ ചേര രാജവംശം ബുദ്ധമതത്തെ പിന്തുണച്ചിരുന്നുവെന്നാണ്. ബുദ്ധമതം ജാതി വ്യവസ്ഥയെ എതിർത്ത് സമത്വത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ചു. താഴ്ന്ന ജാതികളെയും അടിച്ചമർത്തപ്പെട്ടവരെയും ഇത് ആകർഷിക്കുകയും ചെയ്തു. ബുദ്ധമതം കേരളത്തിൽ വിളവെടുപ്പ് ഉത്സവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ബുദ്ധമത സംഘങ്ങൾ സാമുദായിക സദ്യകളും പങ്കുവെക്കലുകളും ഐക്യവും പ്രോത്സാഹിപ്പിച്ചു. ഈ ആഘോഷങ്ങൾ കാർഷിക സമൂഹങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ചിങ്ങമാസത്തിലെ വിളവെടുപ്പ് സമയത്ത്. സംഘം സാഹിത്യത്തിൽ ഓണവിഴവ് എന്ന വിളവെടുപ്പ് ഉത്സവം ബുദ്ധമത ആചാരങ്ങളോട് സമാനമായിരുന്നു. പൂക്കളങ്ങൾ, സദ്യകൾ, സമൂഹ ഐക്യം തുടങ്ങിയവ അങ്ങനെയാണ് ഓണത്തിലേക്ക് അലിഞ്ഞു ചേർന്നത്. ഓണത്തിന്റെ ആചാരങ്ങൾ ബുദ്ധമത വിളവെടുപ്പ് ഉത്സവങ്ങളോട് അടുത്ത സമാനതകൾ കാണിക്കുന്നവയാണ്. ഓണത്തിന്റെ പ്രധാന ഘടകമായ പൂക്കളം പ്രകൃതിയുമായുള്ള ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നു. ബുദ്ധമത വിഹാരങ്ങളിൽ പൂക്കൾ ഉപയോഗിച്ചുള്ള അലങ്കാരങ്ങൾ ബുദ്ധന്റെ പാദങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടിരുന്നു. ഓണസദ്യ എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന പാരമ്പര്യം ബുദ്ധമത സംഘങ്ങളുടെ സാമുദായിക ഭോജനത്തിന് സമാനമാണ്. ഈ സദ്യകൾ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നു, സമത്വത്തെ പ്രോത്സാഹിപ്പിച്ചു. ഓണത്തിന്റെ സമത്വ സന്ദേശം മനുഷ്യർ ഒന്നുപോലെ ബുദ്ധമതത്തിന്റെ ജാതിവിരുദ്ധ നിലപാടുകളോട് സമാനമാണ്. മാവേലി നാടുവാണിയിടം കാലം എന്ന നാട്ടുപാട്ട് ജാതി വർഗ വ്യത്യാസമില്ലാതെ ഒരു സമൂഹത്തെ വിവരിക്കുന്നു. ഇത് ബുദ്ധന്റെ സമത്വ സന്ദേശവുമായി സാമ്യമുള്ളതാണ്. ചില ചരിത്രകാരന്മാർ വാദിക്കുന്നത് പോലെ മഹാബലി ഒരു ബുദ്ധമത രാജാവായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണകാലം ബുദ്ധമത മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നവയാണ്. വള്ളംകളി, പുലികളി തുടങ്ങിയ ഓണ ആചാരങ്ങൾ ബുദ്ധമത കാലഘട്ടത്തിലെ ഗ്രാമീണ ആഘോഷങ്ങളോട് സമാനതകൾ കാണിക്കുന്നു. ബുദ്ധമത വിഹാരങ്ങൾ നാടോടി നൃത്തങ്ങളും കളികളും പ്രോത്സാഹിപ്പിക്കുന്നു. സമൂഹ ഐക്യത്തെ ശക്തിപ്പെടുത്താൻ ഈ സമാനതകൾ ഓണം ബുദ്ധമത വിളവെടുപ്പ് ഉത്സവങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കാം എന്ന വാദത്തെ ശക്തിപ്പെടുത്തുന്നു. 8-ാം നൂറ്റാണ്ടോടെ ബ്രാഹ്മണർ ശക്തി പ്രാപിച്ചു, ബുദ്ധമതം ക്ഷയിച്ചു. ആദിശങ്കരന്റെ അദ്വൈത വേദാന്തം ബുദ്ധമതത്തിനെതിരെ ശക്തമായ വാദങ്ങൾ ഉയർത്തി. ബുദ്ധമത വിഹാരങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങളായി മാറ്റപ്പെട്ടു. തൃക്കാക്കര ക്ഷേത്രം ഒരു ബുദ്ധമത വിഹാരമായിരുന്നുവെന്ന് വാദങ്ങളുണ്ട്. അത് പിന്നീട് വാമന ക്ഷേത്രമായിട്ട് മാറി. മഹാബലി കഥ ബ്രാഹ്മണർ ഹിന്ദുവൽക്കരിച്ചു, അദ്ദേഹത്തെ അസുരനായി ചിത്രീകരിച്ചു. ബുദ്ധമത ആചാരങ്ങൾ ഓണത്തിൽ ലയിച്ചു, പക്ഷെ ബ്രാഹ്മണർ അവയുടെ ഉത്ഭവം മറച്ചുവെച്ചു. ഉദാഹരണത്തിന് ഓണസദ്യ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം, എന്നാൽ ഇന്ന് ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചേര രാജവംശം 9-ാം നൂറ്റാണ്ടിൽ ഓണത്തെ വാമനന്റെ വിജയമായി ചിത്രീകരിച്ചു. ബുദ്ധമത മൂല്യങ്ങളെ അടിച്ചമർത്തി. സെറ്റ് സാരി അഥവാ കസവ് സാരി, ഇതിനെ സത്തിക എന്ന പേരിൽ ഹിന്ദു, ബുദ്ധ, ജൈന സാഹിത്യങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മുണ്ടും നേരിയതും പുരാതന ഭാരതത്തിലെ വസ്ത്രരീതിയുടെ ഒരു അവശേഷിപ്പാണ്. ഈ വസ്ത്രം താഴത്തെ ശരീരത്തെ മാത്രം മൂടുന്ന അന്തരീയ മുണ്ട് എന്ന വസ്ത്രത്തിന്റെ ഒരു രൂപമാണ്. നേരിയതും പുരാതന ബുദ്ധ ജൈന ഗ്രന്ഥങ്ങളിൽ ഉത്തരീയ എന്നറിയപ്പെടുന്ന ഒരു നേർത്ത ശിരോവസ്ത്രത്തിന്റെ ആധുനിക രൂപമാണിത്. ബുദ്ധമതത്തിന്റെ സ്വാധീനം കേരളത്തിൽ പ്രത്യേകിച്ച് BC 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ വ്യാപകമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ബുദ്ധമതം കേരളത്തിന്റെ സാംസ്കാരികവും സാമൂഹികമായ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. മുണ്ടും നേരിയതും പോലുള്ള വസ്ത്രങ്ങൾ ഈ കാലഘട്ടത്തിൽ സാധാരണമായിരുന്നു. ഇത് ബുദ്ധമത സന്യാസികളും സാധാരണക്കാരും ധരിച്ചിരുന്നു. ഓണത്തെപ്പറ്റിയും മഹാബലിയെപ്പറ്റിയും പറയുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കഥകൾ തന്നെ കേരളത്തിൽ പ്രാദേശികമായി വ്യത്യസ്തമാണ്. മലബാർ, അതായത് വടക്കൻ കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട് തുടങ്ങിയ ജില്ലകളിൽ മഹാബലി കഥയിൽ ബുദ്ധമത സ്വാധീനങ്ങൾ കാണാൻ സാധിക്കും.
ചില വീക്ഷണങ്ങളിൽ മഹാബലി ഒരു ബുദ്ധമത രാജാവായിരുന്നു. കൊച്ചി, അതായത് മധ്യ കേരളം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ മഹാബലി വാമന കഥയുടെ സമന്വയമാണ്. തൃക്കാക്കര ക്ഷേത്രം വാമനന്റെ ക്ഷേത്രമാണ്, പക്ഷേ മഹാബലിയെ സ്വാഗതം ചെയ്യുന്നു. തിരുവിതാംകൂർ, അതായത് തെക്കൻ കേരളത്തിൽ പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം തുടങ്ങിയ ഭാഗങ്ങളിൽ മഹാബലി കഥ കൂടുതൽ ബ്രാഹ്മണ വൈഷ്ണവ കേന്ദ്രീകൃതമാണ്. വാമനന്റെ വിജയം ദൈവികമാണ്, മഹാബലി ഒരു അഹങ്കാരിയായ അസുരനാണ്. ഈ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മലബാറിൽ ജനകീയം, തിരുവിതാംകൂറിൽ ദൈവികം. ഓണത്തിൻ്റെ ആചാരങ്ങൾ, പൂക്കളം, സദ്യ, നാടോടി കലകൾ പ്രാദേശികമായി വ്യത്യസ്തമാണ്. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലുമുള്ള ഓണസദ്യ പോലും വ്യത്യസ്തമാണ്. മലബാറിൽ സദ്യയിൽ മീൻ അല്ലെങ്കിൽ മാംസം ചേർക്കുന്നു, പ്രത്യേകിച്ച് മാപ്പിള സമുദായങ്ങളിൽ. പരിപ്പേറി ഉണ്ടാക്കുന്നത് തൂർ ദാലിലാണ്. കറികളെല്ലാം ഡ്രൈ ആയിരിക്കും. ഓണത്തരു എന്ന തെയ്യം ഉത്രാടം മുതൽ തിരുവോണം വരെ നടക്കുന്നു. യുവാക്കൾ തെയ്യം വേഷങ്ങൾ കെട്ടി വീടുകൾ തോറും സന്ദർശിക്കുന്നു. പാലക്കാട് കുമ്മട്ടിക്കളി, ഓണപ്പൊട്ടൻ എന്നിവ പ്രധാനമായും കാണാൻ സാധിക്കും. കൊച്ചി രാജ്യത്ത് മധുരക്കറി, അതായത് പൈനാപ്പിൾ കറി കാണാൻ സാധിക്കും. അത്തച്ചമയം പരേഡ്, പുലികളി, വള്ളംകളി, തൃക്കാക്കര ക്ഷേത്രത്തിലെ 28 ദിവസത്തെ ഉത്സവം, കഥകളി, തിരുവാതിര തുടങ്ങിയവയും കൊച്ചി രാജ്യത്ത് കാണാൻ സാധിക്കും. തിരുവിതാംകൂറിൽ ലാവിഷായിട്ടുള്ള സദ്യ, ബോളി, പാൽപായസം, പരിപ്പുകറി മൂങ് ദാലിലുണ്ടാക്കുന്നു. റണ്ണി, ആറന്മുള, ഉത്രട്ടാതി വള്ളംകളി, മരമടി, കന്യാകുമാരി ഓണവില്ല്, കുരിച്ചൻ ഗോത്രത്തിലെ ശികാരവും മാംസസദ്യവും. ഈ വ്യത്യാസങ്ങൾ പലയിടങ്ങളിലായി വ്യത്യസ്ത രീതിയിൽ കാണാൻ സാധിക്കും. ഇതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. 1956 കേരളം രൂപീകരിക്കുന്നതിന് മുൻപ് തിരുവിതാംകൂറിൽ കൊച്ചി, മലബാർ വ്യത്യസ്ത ഭരണകൂടങ്ങളായിരുന്നു. തിരുവിതാംകൂറിൽ രാജകീയ സ്വാധീനം കൂടാതെ ഡച്ച്, പോർച്ചുഗീസ് സ്വാധീനവും കാണാൻ സാധിക്കും. മലബാറിൽ അറബ് വ്യാപാരങ്ങളായിരുന്നു കൂടുതലായി ഉണ്ടായിരുന്നത്. മീൻ അല്ലെങ്കിൽ ഇറച്ചി, അതുകൊണ്ട് തന്നെ മലബാർ ഭാഗത്തെ സദ്യകളിൽ കാണാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ യൂറോപ്യൻ വ്യാപാരം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പൈനാപ്പിൾ പോലുള്ളവ ചേർത്തുകൊണ്ടിരുന്നു. ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ മലബാറിലെ ചൂട് മൂലം ഡ്രൈ ഡിഷുകൾ, അതായത് തോരൻ പോലുള്ള ഭക്ഷണങ്ങളായിരുന്നു കൂടുതലത്. തിരുവിതാംകൂറിൽ മഴ കൂടുതലായതുകൊണ്ട് തന്നെ ഗ്രേവിയുള്ള കറികളായിരുന്നു കൂടുതൽ. കൊച്ചിയിൽ ക്ഷേത്ര കേന്ദ്രീകൃതം, തിരുവിതാംകൂറിൽ രാജകീയം. ബുദ്ധമത സ്വാധീനം മലബാറിൽ കൂടുതൽ, തിരുവിതാംകൂറിൽ ബ്രാഹ്മണർ കൂടുതൽ. ഓണം കേരളത്തിൻ്റെ മാത്രം ഉത്സവമാണോ, അതോ ഇന്ത്യയിലെയും ദക്ഷിണ പൂർവേഷ്യയിലെയും മറ്റ് ഉത്സവങ്ങളിൽ നിന്ന് കടമെടുത്ത ഒരു സാംസ്കാരിക മിശ്രണമാണോ? മഹാബലി രാജാവിൻ്റെ തിരിച്ചുവരവും വിളവെടുപ്പും സമത്വവും ആഘോഷിക്കുന്ന ഓണം തമിഴ്നാട്ടിലെ പൊങ്കലിൻ്റെയോ അസമിലെ ബിഹുവിൻ്റെയോ ഒഡീഷയിലെ ബാലി യാത്രയുടെയോ സമാനതകൾ പങ്കിടുമ്പോൾ ഒരു ചോദ്യം ഉയർന്നു. ഈ ഉത്സവത്തിൻ്റെ ബുദ്ധമത ആദിവാസി സ്വാധീനങ്ങൾ ബ്രാഹ്മണർ മറച്ചുവെച്ചതാണോ? പൊങ്കൽ തമിഴ്നാട്ടിലെ ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. ജനുവരിയിൽ 4 ദിവസം ആഘോഷിക്കപ്പെടുന്നു. ഓണം പോലെ പൊങ്കലും വിളവെടുപ്പിൻ്റെ സമൃദ്ധിയുടെ ആഘോഷമാണ്. അതോടൊപ്പം തന്നെ അവർ പശുവിനെയും സൂര്യനെയും ആരാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മാട്ടുപൊങ്കൽ എന്നൊരു പ്രത്യേക ദിവസവും അവർക്കുണ്ട്. അസമിലെ ബിഹു 3 രൂപങ്ങളിലാണ് ആഘോഷിക്കപ്പെടുന്നത്. റൊങ്കാലി ബിഹു ഏപ്രിൽ വസന്തകാലത്ത് ആഘോഷിക്കുന്നു. കൊങ്കാലി ബിഹു ഒക്ടോബർ വിളവെടുപ്പ് പ്രാർത്ഥന. ഭോങ്കാലി ബിഹു ജനുവരി വിളവെടുപ്പ് ആഘോഷം. ഓണം പോലെ ബിഹുവും വിളവെടുപ്പിൻ്റെ ഉത്സവമാണ്. സമൂഹ ഐക്യവും സമത്വവും പ്രോത്സാഹിപ്പിക്കുന്നു. റൊങ്കാലി ബിഹു അസമീസ് പുതുവർഷം, ഓണത്തിൻ്റെ രാജാവിൻ്റെ തിരിച്ചുവരവ് പോലെ പുതിയ തുടക്കത്തെ ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ വിഷു കേരളത്തിൻ്റെ പുതുവർഷം ഏപ്രിലിൽ ആഘോഷിക്കപ്പെടുന്നു. ഒഡീഷയിലെ ബാലി യാത്ര നവംബറിൽ ആഘോഷിക്കപ്പെടുന്നു. ഒഡീഷയുടെ പുരാതന ബാലി വ്യാപാര ബന്ധത്തെ സ്മരിക്കുന്ന ഈ ഉത്സവം ഓണം പോലെ ഇതും മഹാബലി പോലുള്ള ബാലി രാജാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജാവിൻ്റെ തിരിച്ചുവരവ് ആഘോഷിക്കുന്നു. വിളവെടുപ്പും വ്യാപാരവും സമന്വയിപ്പിക്കുന്നു. സമത്വം പ്രോത്സാഹിപ്പിക്കുന്നു. ദക്ഷിണ പൂർവേഷ്യയിലെ, അതായത് തായ്ലൻഡിലെ സോങ്ക്രാൻ ഏപ്രിലിൽ ആഘോഷിക്കപ്പെടുന്നു. ബുദ്ധമത പുതുവർഷം വിളവെടുപ്പിൻ്റെ തുടക്കം. ഓണം പോലെ സമത്വവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്നു. രാജാവിൻ്റെ തിരിച്ചുവരവ് പോലെ പുതിയ തുടക്കത്തെയും അവർ ആഘോഷിക്കുന്നു. കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓണത്തെ ഒരു മതേതര ഉത്സവമായി കണക്കാക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഓണം ഒരു ഉപകരണമാണ്. 1961 പട്ടം താണുപിള്ളയുടെ കാലത്ത് കേരള സർക്കാർ ഓണത്തെ ഔദ്യോഗിക ഉത്സവമാക്കി മാറ്റി. മാത്രമല്ല സർക്കാർ ചെലവിൽ ഓണപരിപാടികൾ വരെ സംഘടിപ്പിച്ചു. എന്തിനാ? മതേതരത്തെ പ്രോത്സാഹിപ്പിക്കാൻ എന്ന പേരിൽ കണ്ണിൽ പൊടിയിട. ഇടതുപക്ഷ സർക്കാരുകൾ ഓണത്തെ മതേതര ഉത്സവമായി ചിത്രീകരിക്കുന്നു. അതേസമയം മറുവശത്ത് ഹിന്ദുത്വ ശക്തികൾ അതിനെ വാമന ജയന്തിയായി ആഘോഷിക്കാൻ ശ്രമിക്കുന്നു. എന്തൊക്കെ തന്നെയായാലും മതം നോക്കാതെ പോകുന്ന രാജ്യത്തെല്ലാം നമ്മുടെ നാട്ടിലെ ഉത്സവത്തെ കൂടെ കൊണ്ടുപോകുന്ന, യൂറോപ്പിലായാലും ഗൾഫിലായാലും അമേരിക്കയിലായാലും എവിടെയായാലും മതം നോക്കാതെ ഓണക്കോടി എടുത്ത് ഓണാഘോഷം നടത്തി സദ്യ ഉണ്ണുന്നത് നമ്മൾ മലയാളികൾക്ക് ഒരു അഭിമാനം തന്നെയാണ്. നമ്മൾ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ. നമുക്ക് മാത്രമേ ഇങ്ങനെ ആഘോഷിക്കാൻ സാധിക്കൂ. ഹാപ്പി ഓണം.